ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ്. ഇന്ന് വീഡിയോ ഇല്ല. ഇഷ്ടമായി പോയോ? വീഡിയോ ഇല്ല എന്ന് പറയാനാണോ ഇപ്പം ഞാൻ വ്ളോഗ് ഇട്ടതാണോ? അല്ല, നമുക്ക് നമ്മുടെ ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, കുറച്ച് അപ്പുറം കിടക്കുന്നുണ്ട്, എല്ലാം പെറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് റമദാൻ്റെതായ കുറച്ച് പണിയും കാര്യങ്ങളും അത് വേറെ പർച്ചേസിങ് തന്നെയായിരുന്നു. ഇന്നും കുറച്ച് അതുപോലത്തെ വേറെ സാധനങ്ങൾ എടുക്കൽ. നമ്മൾ കച്ചവടക്കാരാണല്ലോ, അപ്പം റമദാൻ്റെ കുറേ ആവുമ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്കും കുറേ ശ്രദ്ധ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളിലായി ഇനി ഇതൊക്കെ പൊട്ടിക്കൽ, ബില്ലിടൽ, ബില്ല് നോക്കൽ, ഇതൊക്കെ അടുക്കി സെറ്റാക്കൽ, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. കൊണ്ട് ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ വയ്യ, ടയേർഡുമാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാൻ ഈ വീഡിയോ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മത് ഹോം ബോട്ടിക്കാണ്, അതായത് ഓൺലൈൻ ബോട്ടിക്കാണ്. അതായത് നമ്മൾ ഹോം ബോട്ടിക്കാണ്, അതായത് ഓൺലൈൻ ബോട്ടിക്കാണ്. നമ്മൾ ഓൺലൈനിലാണ് നമ്മുടെ ബിസിനസ് വരുന്നത്. അഥവാ വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ 99% നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈനാണ്. ഓൾ ഇന്ത്യ ഡെലിവറിൻ്റെ നെറ്റീവ്സാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സാധാരണ കോട്ടൺ മാക്സീസ് അല്ല, വെറൈറ്റി മാക്സീസും വെറൈറ്റി ക്ലോത്ത്സും ആയിട്ടുള്ള ഒരു മാക്സിയാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് അൽഫൈൻ തന്നെ 480 മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അപ്പം ഷോൾ വിത്ത് മാക്സി റയോണിലെ കഫ്താന്, അങ്ങനെ റയോണിലെ ഷോൾ ഇല്ലാത്ത മാക്സികൾ 3XL, ജംബോ എന്നിവയുടെ എല്ലാം ഫുൾ സ്ലീവ് മാക്സി, അൽഫൈൻ്റെ കഫ്താൻ മാക്സി, ഫ്രോക്ക് മാക്സി, ഫുൾ ലെങ്ത് ഫ്രോക്ക് മാക്സി, ഫ്രോക്ക് മാക്സി, അതുപോലെ സിബ് വരുന്ന ഫ്രോക്ക് മാക്സി, അല്ലെങ്കിൽ പിന്നെ റയോണിൻ്റെ തന്നെ അൽഫൈൻ്റെ തന്നെ, അങ്ങനെ വേണ്ട ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കഫ്താൻ മാക്സികൾ, ഇങ്ങനത്തെ മാക്സികളുടെ വെറൈറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കാം. അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് വെയർസ്, അതാണ് നമ്മൾ ഡെയിലി വെയർസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മാക്സികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓൺലൈൻ ഡെലിവറിയാണ്. നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ അതും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാൻ മറക്കണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മളൊരു ഐറ്റം കാണിച്ചു തന്നാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ആക്കിയിട്ട് ഇത് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. അത് ഓക്കെ ആണ്, ഉണ്ട് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇടാൻ കഴിയുന്നവർ മാത്രം, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, കഴിയുന്നവർ മാത്രം ആ ഒരു ചോദ്യം ചോദിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ അഡ്രസ്സ് തരിക. ഓക്കെ, 4 to 5 അല്ലെങ്കിൽ 5 to 7 ഡേയ്സ് കൊണ്ടാണ് നമ്മൾ സാധനം മാക്സിമം വലി കിട്ടുന്നത്. അപ്പോൾ ഗ്രൂപ്പിലാണ് ട്രാക്കിംഗ് നമ്പറോ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, അല്ലാതെ പേഴ്സണലായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് പൈസ തന്ന പിറ്റേന്ന് മുതൽ എന്തായി, അയച്ചോ, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല, വിവരമൊന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളെപ്പോലത്തെ 100 ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാൽ ചില ആൾക്ക് മനസ്സിലാവുന്നതിൽ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഗ്രൂപ്പിൽ 4 ദിവസം നിങ്ങൾ വെയിറ്റ്, ചിലപ്പോൾ പിറ്റേന്നത്തിൽ തന്നെ നിങ്ങൾ ട്രാക്കിംഗ് നെയിം ഉണ്ടാവും, ചിലപ്പോൾ 3ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 4ാമത്തെ ദിവസം. മാക്സിമം പോലെ 4 ദിവസത്തിനുള്ളിലെ ട്രാക്കിംഗ് ലിസ്റ്റ്, അതായത് അയച്ചവരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓർമ്മപ്പെടും, മെസ്സേജ് നോക്കിയിട്ടില്ലെങ്കിൽ വിളിച്ചോളൂ, എൻ്റെ പേര് അതിൽ വന്നിട്ടില്ല കേട്ടോ എന്ന്. അങ്ങനെ പേര് കണ്ടവരും ഒരു 4 ദിവസം വെയിറ്റ് ചെയ്യുക. 4 ദിവസമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും എന്നെ ഒന്ന് വിളിക്കുക. പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. കോളൊക്കെ വരുന്നത് ശ്രദ്ധിക്കണം. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഒരു സാധനം റിട്ടേൺ വന്നാൽ നിങ്ങൾ പറയും എൻ്റെ മിസ്റ്റേക്കിൽ ഞങ്ങൾ അറിയില്ലാന്ന്. അത് നിങ്ങൾ എന്നോടല്ല പറയേണ്ടത്, നിങ്ങളുടെ ഓഫീസ് കൊറിയർ ഓഫീസായിട്ടാണ് അത് സംസാരിക്കേണ്ടത്. അഡ്രസ്സ് നിങ്ങൾ തന്നത് ഞാൻ ഫ്രമിൽ വെച്ചിട്ട് നിങ്ങൾക്കൊരു സാധനം അയച്ചിട്ട് അതാണ് എൻ്റേതല്ലാത്ത മിസ്റ്റേക്ക് കൊണ്ട് റിട്ടേൺ വരിക. എന്താണ് അഡ്രസ്സ് ഞാൻ തെറ്റിയിരിക്കണമെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്. റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്തായാലും പിന്നെ അത് അയക്കണേ നിങ്ങൾ കൊറിയർ ചാർജ് തരലും മസ്റ്റാണ്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം സെയിൽ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുക, കൊറിയർ ചാർജ് തിരിച്ച് കിട്ടത്തുമില്ല. അത് അതിൻ്റെ ഒരു പിന്നെ രീതിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ട്രാക്കിങ്ങിൽ പേര് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെന്നാണ് നിങ്ങളുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യണം. മാക്സിമം ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം, കാരണം കയ്യിൽ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. DDDC പറഞ്ഞവർക്ക് മാത്രമാണ് ഇപ്പോൾ DDDCയിലേക്ക് പോയത്. റിസ്ക് എടുത്താലും വേണ്ടിയില്ല, നിങ്ങളുടെ കയ്യിൽ ഹോം ഡെലിവറി അവൈലബിൾ ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ DDDC ചെയ്യണം. അപ്പോൾ മനസ്സിലായി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വീഡിയോ കാണിക്കുമ്പം വീഡിയോ കണ്ട ഐറ്റംസ് എന്ത് ചെയ്യണം. ഞാൻ കോഡ് സെറ്റൊക്കെ
വെച്ചാൽ കോഡ് സെറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വെയ്യ, കാരണം വേറെ കുറേ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോ ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഒറ്റ വീഡിയോ മതി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്താ 2 വീഡിയോ ഉദ്ദേശിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻസ് ഒരുപാടുണ്ട് അല്ലേ. നമുക്ക് പെരുന്നാളിന് പലതരത്തിലുള്ള ആൾക്കാർ പലതും ചോദിക്കും. ഇനി ഗൗണും വരാണ്ട്, ശരിയാ, ഗൗണിൻ്റെ വേറെ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ അത്രയും ലെങ്ത്തായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊരു ചടപ്പിക്കലായിരിക്കും, അത് കാണാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യക്കാർക്ക് വേണ്ടി ഇപ്പോൾ രാവിലെ നമ്മളൊരു അൽഫൈൻ്റെ ഒരു വീഡിയോ ചെയ്താൽ വൈകുന്നേരം ഒരു ഷോൾ മാക്സിൻ്റെ വീഡിയോ, അല്ലെങ്കിൽ രാവിലെ ഒരു ഫ്രോക്ക് മാക്സിൻ്റെ വീഡിയോ ചെയ്താൽ പിന്നെ ഒരു ഗൗണിൻ്റെ വീഡിയോ, അങ്ങനെ സെറ്റായി ഒരു 15-20 മിനിറ്റ് മാക്സിമം വരുന്നൊരു വീഡിയോ ആക്കിയിട്ട് 2 നേരം ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്നവർ കുറേ പേര് പറയുന്നത് ഇബാദത്ത് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല, റമദാനാ. അതല്ല, ഇത് നമ്മളെന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗ് അല്ലല്ലോ ഗൈസ്. ഇത് കണ്ട് നിങ്ങളുടെ ഈ ഭാഗത്ത് പോവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അങ്ങനെയല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് പരമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഐറ്റംസ് ആണ്. അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളതാണ്. അപ്പോൾ ആവശ്യക്കാർ വേണമെന്നുള്ളവർക്ക് അത് കാണാം. അപ്പോൾ ഇങ്ങനെ 2 ടൈമിലാണ് നമ്മളിപ്പോഴും വിചാരിക്കുന്നത്. അതായത് ഒരു 11-11:30 സമയത്ത് ഒരു വീഡിയോയും ഇട്ട് തരിക. അതുപോലെ വൈകുന്നേരത്തെ കാര്യം മാത്രമേ ഒരു ഡൗട്ടുള്ളൂ. ഞാനൊരു 8:30 വിചാരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും 5:30 ശേഷം 7:30 ഇടയിലാണ് നമ്മളെ വീഡിയോസ് അധികവും നമ്മൾ വരുന്നത്. മിക്ക 90% നമ്മൾ വീഡിയോയുടെ ടൈം വരുന്ന 5:30-ൻ്റെയും 7:30-ൻ്റെയും ഇടയിലാണ്. വല്ല വൈഫൈ ഇഷ്യൂ, നെറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ വരുമ്പോഴാണ് അത് 7:00 ഞാൻ ഇടാറ്. അത് 8:30 പോകുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് മാർച്ച് 1-ാം തീയതി മുതൽ ഒരു 11:30-12 മണി എന്നുള്ള, അതായത് 11-ൻ്റെയും 12-ൻ്റെയും ഇടയിൽ ഒരു വീഡിയോ, ഓക്കെ. അതുപോലെ 8 മണിൻ്റെയും 9 മണിൻ്റെയും ഇടയിൽ ഒരു വീഡിയോ, അങ്ങനെ 2 വീഡിയോ ആണ് ഉണ്ടാവുക. തറാവിയൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ രാത്രിക്കത്തെ വീഡിയോ കാണാം. അതുപോലെ ഈ ഒരു സമയത്തും എന്താ ഫ്രീ ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം റമദാൻ വരുമ്പോൾ പകൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടതല്ല, അവർക്ക് പണി തന്നെയാണ്. എപ്പോൾ നോക്കിയാലും അലക്കാണ്ടാവും, കുളിക്കാണ്ടാവും, കുട്ടികളെ കുളിപ്പിക്കാണ്ടാവും, കുട്ടികൾക്ക് കൊടുത്തേക്കാണ്ടാവും, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇറക്കാണ്ടാവും, അല്ലേ, കിച്ചണിലെ പാത്രങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് കണക്ക് തന്നെയാണ്. ചില ആൾക്കാർക്ക് മാത്രമേ അതൊരു ഫ്രീ ഉള്ളൂ, ചില ആൾക്കാർക്ക് അത് കണക്ക് തന്നെയാണ്. റമദാനാകുമ്പോൾ കൂടുതൽ ഇരട്ടി, വൈകുന്നേരം അത് പിന്നെ നമ്മളെ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അപ്പം കുറേ ആൾക്കാരായിരിക്കും ഇവരെന്താ മുസ്ലിംസിൻ്റെ മാത്രം, അങ്ങനെയല്ല കേട്ടോ. അതായത് ഈ മാസം അങ്ങനെയാണല്ലോ കുറേ ആൾക്കാർക്ക്, അതുകൊണ്ടാണ് സംസാരിക്കുക, അല്ല വേറെ ഒന്നുമല്ല. അപ്പം നമുക്ക് ആ ടൈം പിടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓൺലൈൻ ഡെലിവറിയാണ്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അതായത് നിങ്ങൾ ആദ്യം മുൻകൂട്ടി പൈസ തന്നാൽ നിങ്ങൾക്ക് സാധനം അയച്ചു തരികയുള്ളൂ കേട്ടോ. അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. വാട്സപ്പിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫോട്ടോസൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ റഫായ ഫോട്ടോസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കുറേ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. കാരണം നാച്ചുറലായ ഫോട്ടോ, DSLR കൊണ്ട് അട്രാക്ഷൻ വരുത്തിയിട്ട് അതൊന്നല്ല, സാധാരണ ഫോട്ടോസാണ് നമ്മൾ ഗ്രൂപ്പിൽ. കളർ ഏതാ, ഡിസൈൻ ഏതാ മനസ്സിലാക്കാൻ ഓപ്പൺ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. വേറെ ഒന്നല്ല, ഞാനൊരു ആളെ വാങ്ങിയിട്ടുണ്ട്, നാളെ കാണാം. നിങ്ങൾക്കൊരു ഫുൾ വീഡിയോ കിട്ടുന്ന രീതിയിൽ, ഫുൾ ഫോട്ടോ കിട്ടുന്ന രീതിയിലൊക്കെ ചിലതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ഇപ്രാവശ്യം റമദാൻ ആയതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും അത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടാവണം. പിന്നെ എന്തൊക്കെയാവുന്ന പഠിച്ചവർക്ക് അറിയാം, എനിക്ക് അറിഞ്ഞുകൂടാ. റമദാനും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും അള്ളാഹ്ക്ക് അറിയാം. ഷോപ്പാകുമ്പോൾ എനിക്കത് മാനേജ് ചെയ്ത് ശീലമുണ്ട്. ഇപ്പോൾ ഷോപ്പില്ലല്ലോ. ഓൺലൈനിൽ ഇത്രയും ബിസിനസ് വരുന്നത് ആദ്യമായിട്ടാണ്, സത്യമായിട്ടും ആദ്യമായിട്ടാണ്. പക്ഷേ ഷോപ്പ് നമുക്ക് ശീലമായിരുന്നു. ഇപ്പോൾ ഒരു 2 ഇയർ ആയിട്ടുള്ള നമ്മൾ ഷോപ്പ് അങ്ങോട്ട് ക്ലോസ് ആക്കിയിട്ട് ആ കൊറോണയിൽ അങ്ങോട്ട് ആയതാണ്. പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് നോക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈനാണ്. പിന്നെ ഹോം ബോട്ടിക്കാണ്, വീട്ടിൽ വന്നിട്ടും എടുക്കാം. അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞതിന് വാരി വിരിച്ചിട്ട് അതിട്ട് ഇതിട്ട് അങ്ങനെയല്ല, ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നോക്കുക, വേണ്ട അളവ് നമ്മൾ കാണിച്ചത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നോക്കുക. നിങ്ങൾക്ക് വേറെ പലതിൻ്റെ മോഡൽ കാണണ്ട, ആ ഒരു മോഡൽ നോക്കുക. എന്നിട്ട് ആ ഒരു മോഡൽ സാധനം ആ വിലക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ. എടുക്കുമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. നമുക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാതെ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു വരകിക്കൂട്ടി കളി നിങ്ങൾ കളിക്കാനാണെങ്കിൽ വേണ്ട, ഓക്കെ. കാരണം ഇത് ഷോപ്പല്ല, അതിൻ്റെതായ ലിമിറ്റേഷൻ നമുക്കുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്ഥലം എവിടെയാണെന്നല്ലേ, കോക്കൂരാണ് ഇത് സ്ഥലം വരുന്നത്. മെയിൻ ടൗണ് ശ്രദ്ധിച്ചോളൂ, മെയിൻ ടൗണ് കോഴിക്കോട് ഭാഗത്ത്, വയനാട് ഭാഗത്ത്, മലപ്പുറം ഭാഗത്തൊക്കെ വരുന്നവർക്ക് എടപ്പാള് ചങ്ങരംകുളം കഴിഞ്ഞിട്ടാണ് ഈ കോക്കൂര് വരുന്നത്, ഓക്കെ. എടപ്പാള് ചങ്ങരംകുളം വളയംകുളം
കഴിഞ്ഞിട്ടാണ് കൊക്കുരു. ചങ്ങനോളം വളയംകുളം ഒരുപാട് ലോങ് ഒന്നുമില്ല, എന്നാൽ അതിൻ്റെ നടുവിലാണ് കൊക്കുരു വരുന്നത്. ഇനി ഇങ്ങേ ഭാഗത്ത് തൃശ്ശൂർ എറണാകുളം അവർ വരുമ്പോൾ ചാലിശ്ശേരി എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്. ചാലിശ്ശേരി കഴിഞ്ഞിട്ട് വളയംകുളം, അത് കഴിഞ്ഞിട്ടാണ് ഈ കൊക്കുരു വരുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അഡ്രസ്സൊക്കെ വേണമെങ്കിൽ കറക്റ്റ് ഞാൻ ചെയ്തു തരാം. പിന്നെന്താ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നാലും നിങ്ങളൊന്ന് കാണാം, സംസാരിക്കണം എന്നൊക്കെ തോന്നിയിട്ട് വന്നതാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്കറിയാലോ എന്തെന്നാണെങ്കിൽ റമദാൻ ആകുമ്പോഴുള്ള തിരക്ക് വീട്ടമ്മല്ലേനെ. അപ്പം അതിൻ്റെ ഡ്യൂട്ടികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വാങ്ങാനും പിടിക്കാനും കോടിപ്പായാനും സെലക്ട് ചെയ്തൊക്കെ അതും ഞാൻ. അപ്പം അതിനും ഓടണം, ഇതിനും ഓടണം. ഇപ്പോൾ കുറേ പൊട്ടിച്ച് അവിടെ കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം, ഇത് സെറ്റാക്കണം, എല്ലാം കൂടി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ അറിയോ, ഇതിപ്പോൾ വീഡിയോ അല്ലേ ചോദിക്കൂലേ? അങ്ങനെയല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു സാധനം കാണിച്ചാൽ എന്തെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളത് പാക്കാക്കില്ല, അത് മാറ്റിയിട്ട് അതിനൊന്നും കഴിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനിത് വീഡിയോ വേണ്ടാന്ന് വെച്ചതാണ് കേട്ടോ. നിങ്ങളോടൊന്ന് സംസാരിക്കുകയും ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. എന്തുണ്ടെങ്കിലും കമൻറ്റ് തന്നിട്ട് പോകണം കേട്ടോ. എനിക്ക് എന്താണോ പറയുന്നത് കമൻറ്റ് തന്നിട്ട് പോകണം. പിന്നെ ഒന്നും കൂടി ഞാൻ പറയുന്നത്, വാട്സപ്പിലെ ബിസിനസ് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങളൊന്ന് സൈലൻ്റ് ആവണം. അതായത് ഓർഡർ കൺഫേം ആക്കി പൈസ ഇട്ടുതന്നെ ഗ്രൂപ്പിൽ ഇതേപോലെ ചെക്ക് ചെയ്യുക. അതുവരെ നിങ്ങൾ വെറുതെ കോൾ അടിക്കരുത്. അവളൊരു മെസ്സേജ് നിങ്ങൾ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കോൾ അടി. അതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു, ഒരു മെസ്സേജ് ഇട്ടാൽ ആ മെസ്സേജിൻ്റെ നൈറ്റ് നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് നിങ്ങൾ കോൾ അടിച്ചാൽ മതി. ചില ആളുകളുണ്ട് മെസ്സേജ് ഇടലും പിന്നെ കോളാം. ആ മെസ്സേജ് അപ്പം തന്നെ നമ്മൾ കാണണം, കോളോട് കോളാം. അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം നമുക്ക് പാക്കിംഗ് ഉണ്ട് അല്ലേ, വീഡിയോ എടുക്കലുണ്ട്, വീട്ടിലെ ജോലികളുണ്ട്. അപ്പോൾ മെസ്സേജ് നോക്കാനുള്ള ടൈമാണ്. പകലൊക്കെ നോക്കാറുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. ഉദ്ദേശിച്ച ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ചില ആൾക്കാരൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു ഇഷായിനൊക്കെ ശേഷമാണ് ഞാൻ 1:30-2 മണി വരെയൊക്കെ ഓൺലൈനിൽ ഞാൻ ഉണ്ടാവാറുണ്ട് മെസ്സേജ് നോക്കിയിട്ട് ആ സമയത്ത്. കാരണം ആ സമയത്ത് നമ്മൾ കിടക്കുകയല്ലേ, എല്ലാം കഴിഞ്ഞു ഫ്രീ ആയി. പിന്നെ ഒന്നും ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന ഒരു ബെഡൊക്കെ ഇട്ടിക്കാൻ ഞാൻ നിലത്തി. കാരണം ഇരിക്കാൻ നിലത്തി ഇരുന്ന് പാക്ക് ചെയ്യാൻ നല്ല സുഖം. അപ്പോൾ ഒരു ബെഡൊക്കെ ഇട്ടിരിക്കുക നമ്മൾ ഇതിൽ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരും മെസ്സേജ് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡേ ടൈം പകലാണ് നിങ്ങൾ മെസ്സേജ് ആക്കിയെങ്കിൽ 4, 5, 6 മണിക്കൂർ ചിലപ്പോൾ ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട. ഒരു 9:30-10 മണിക്കൊക്കെ ഞാൻ മെസ്സേജ് ഇങ്ങനെ ഓരോരുത്തരിലേക്ക് എത്തുമ്പോൾ ആ ടൈമിൽ എൻ്റെ കോൾ കണ്ടിട്ട് നേരെ വെളുത്തിട്ട് വിളിച്ചാൽ മതി. സ്റ്റോക്ക് തീരാൻ അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഓരോ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റോക്ക് തീരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ വിളിച്ചോളൂ, അതല്ല പ്രശ്നം. പേയ്മെൻറ്റ് ഇട്ടിട്ട് വിളിക്കാത്തല്ല. കുറേയൊക്കെ ഡൗട്ട് എന്തുണ്ട് നമ്മൾ വീഡിയോൻ്റെ താഴെ പരമാവധി ഡൗട്ടുകൾ വീഡിയോൻ്റെ താഴെ ചോദിക്കുക. കൺഫേം മോഡൽസ് മാത്രമേ. ചില ആൾക്കാർ നമ്മൾ ഗ്രൂപ്പിൽ അതിൻ്റെ സൈസും വീതിയും താഴെ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ XXL, ഇതിൻ്റെ 3XL, ഇതേതാ തുണി, ഇതിൻ്റെ വില എത്ര, സത്യം അങ്ങനെയൊന്നും വേണ്ടെങ്കിൽ കറക്റ്റ് കുറച്ച് എന്നെ ഒന്ന് സഹകരിക്കും. കാരണം എനിക്കവിടെ സ്റ്റാഫോ കാര്യങ്ങളോ ഇല്ല മക്കളെ, ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സഹകരണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ, കാരണം ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സൈസ്, അതിൻ്റെ ഒപ്പം തന്നെ വിലയും ഉണ്ട്. നിങ്ങളത് നോക്കില്ല. ഇവർ വേഗം ഗാലറി ഗ്രൂപ്പിലേക്ക് കയറില്ല. ഗാലറിയിൽ വരുന്ന ഫോട്ടോ ആണ് ഇഷ്ടപ്പെട്ട് നോക്കുന്നത്. പിന്നെ ഒരു വിളിയാണ്, ഞാൻ പെട്ട ഫോട്ടോ നോക്കാൻ പറ്റും, അതിൻ്റെ XXL കിട്ടും. അത് ഞാൻ നോക്കുമ്പോൾ 56 ആയിരിക്കും. XXL സാധനം ആവില്ല. പിന്നെ ഇതൊന്നും നോക്കി വെക്കോ, ഇതിൻ്റെ കൂടെ ഷോളില്ല, ഷോള് വേറെ നിങ്ങൾ വെച്ചതാ. ഇങ്ങനെയൊക്കെയുള്ള കോളുകൾ ഒഴിവാക്കുക. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വില കണ്ട് മനസ്സിലാക്കി ഗൂഗിൾ പേ ചെയ്ത് ആ രീതിയിൽ പോകണം. എനിക്കും ഒരു എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പം എന്താ, ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അതിനെക്കൂടെ ഒരു വെളിച്ചക്കുറവുണ്ടാവും. ഇനി ഇതൊക്കെ പൊട്ടിച്ചാണ്ടല്ലൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എങ്ങനത്തെ ഒരു 8-9 ഉണ്ട് ഇങ്ങനത്തെ, കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇതാണ്ട് പൊളിച്ചിട്ടാൽ ഈ ഒരു കൂമ്പാരമായിട്ട് ഇവിടെ ഉണ്ടാവും, അത് പൊളിച്ചിട്ട് അതിനപ്പുറം കൂമ്പാരമായിട്ടുണ്ടാവും. എന്നിട്ട് അത് നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലോ അതിന് ഇരട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ ലൗഡ് ഉണ്ടാവും. പിന്നെ അത് മടക്കൽ, അത് മാറ്റി വെക്കൽ, ഇങ്ങോട്ടാക്കൽ അങ്ങോട്ടാക്കൽ, ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടീൻ്റെ ഇടയിൽ മെസ്സേജ് അപ്പം തന്നെ റിപ്ലൈ തരാൻ നിൽക്കുമ്പോൾ ഇത് ലാഗാവും, അവിടെ ലാഗ് വരും, ഒരു ഓർഡർ കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ മെസ്സേജ്. എന്നാൽ ഒരാൾക്ക് പോലും റിപ്ലൈ തരാതെ പോകാൻ ചാൻസ് ഇല്ല. പിന്നെ ഇപ്പം എന്തൊക്കെ പറഞ്ഞതൊക്കെ കേട്ടല്ലോ മുത്തുമണികളെ. അപ്പോൾ വീഡിയോ ഞാൻ ടയേർഡാണ്, സത്യം ടയേർഡാണ്. വയ്യ, നോമ്പിടുങ്ങല്ലേ, അതിൻ്റെ സന്തോഷമുണ്ട്, ഇത് വേറെ കാര്യം. പിന്നെന്താ, ഞാനേ വേറൊരു കാര്യം കൂടി ചെയ്യാണ്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, അതും ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിലൂടെ. കാരണം ഞാൻ ആരും വരണ്ടെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷെൽഫും കാര്യങ്ങളൊക്കെ അങ്ങേ മൂലക്കും റൂമിലും ഒക്കെ ആയിട്ട് നമ്മൾ ഓൺലൈനിലല്ലേ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടേക്ക് ഒന്നിങ്ങനെ സെറ്റ് ആക്കുകയാണ്, അത് വേറെ വശം. ഓക്കെ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.